ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ കൃപാ കടാക്ഷം കൊണ്ട് നമുക്ക് ഇന്നും ഭാഗവതത്തിലൂടെ ഭഗവാനോടൊപ്പം സഞ്ചരിക്കാനായിട്ട് സാധിച്ചു. അതിമനോഹരങ്ങളായിട്ടുള്ള ഭാഗവതത്തിലെ ഓരോ സന്ദർഭങ്ങളും നമുക്ക് അനുഭവമാക്കിക്കൊണ്ട് നമ്മുടെ ആ പാരായണം പ്രഥമസ്കന്ധം 16-ാം അധ്യായം വരെ വായിച്ച് നമ്മൾ സമർപ്പിച്ചു. ഇനി നമുക്ക് വായിക്കേണ്ടത് 17-ാം അധ്യായമാണ്. അത് നമുക്ക് അർത്ഥത്തിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാനായിട്ട് സഹായിച്ചുകൊണ്ട് അക്കിത്ത ഭാഗവതം കൂടി നമ്മൾ ഒരുമിച്ച് പാരായണം ചെയ്യുന്നത് കൊണ്ട് ഓരോ ശ്ലോകങ്ങളുടെ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇനി 17-ാമത്തെ സ്കന്ധാണ്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കേട്ടത് ധർമ്മദേവൻ കാളയുടെ രൂപം പൂണ്ടിട്ടും അതുപോലെ ഭൂമിദേവി പശുവിൻ്റെ രൂപം എടുത്തിട്ടും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് 3 കാലും തല്ലി ഒടിക്കപ്പെട്ട നിലയിലാണ് കാളയെ കാണുന്നത്. അപ്പോൾ ആ 3 ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ആ കാള എന്താണ് ഭൂമിയുടെ ദുഃഖം, എന്താണ് ഭൂമിയുടെ ദുഃഖം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭൂമിദേവി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഭൂമിയുടെ ദുഃഖം എന്ന് അന്വേഷിക്കണു. അത് അന്വേഷിക്കുന്ന അവസരത്തിൽ ആ ദുഃഖങ്ങളെ ഓരോന്നും എടുത്ത് ചോദിക്കുന്നുണ്ട് ധർമ്മദേവൻ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം തന്നെയാണ്. ഇതിനൊക്കെ കാരണം ആ ശ്രീകൃഷ്ണ ഭഗവാൻ വിട്ട് പിരിഞ്ഞത് മാത്രമാണ്. ഞാൻ അഹങ്കരിച്ചിരുന്നു. അഹങ്കരിച്ചിരുന്നു? എൻ്റെ സൗഭഗം. ആ സൗഭഗം വെച്ചാൽ തൻ്റെ ആ ഐശ്വര്യത്തിൽ. കാരണം ഭൂമിയൊക്കെ സമ്പൽ സമൃദ്ധമായിട്ട് ധാരാളം വൃക്ഷങ്ങളൊക്കെ പൂത്തുലഞ്ഞ് ഫലമൂലാദികളൊക്കെ ഉണ്ടായി ശരിക്കും വള്ളികളായിട്ട് അങ്ങനെയുള്ള വള്ളികളായിട്ട് പടർന്നു നിൽക്കുന്ന അതിലൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞ് സുഗന്ധം പരത്തിക്കൊണ്ട് വേണ്ടതുപോലെ ഓരോ ഋതുക്കളും അതിൻ്റെ ധർമ്മങ്ങളെയൊക്കെ വേണ്ടതുപോലെ അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ആ പ്രകൃതി വന്നപ്പോൾ പ്രകൃതിദേവി തൻ്റെ ആ ഐശ്വര്യത്തിൽ പ്രകൃതിദേവി തന്നെ പറയുന്നു, ഞാനതിൽ അഭിമാനിച്ചു പോയി, എൻ്റെ ഒരു മഹത്വം ആലോചിച്ച് അഭിമാനിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നണത്. അതുകൊണ്ട് തന്നെയാണ് ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഏതൊരു പാദങ്ങളെ കൊണ്ടാണോ ഈ ഭൂമിയിൽ വെച്ച് ഏതൊരു പാദങ്ങൾ വെച്ചുകൊണ്ടാണോ ഈ ഭൂമിയെ പവിത്രമാക്കിയത്, ആ ഒരു പാദത്തിൻ്റെ മഹത്വം കൊണ്ടാണ് ഈ ഭൂമി ഇവിടെ ഇത്രയും സമ്പൽ സമൃദ്ധി ഉണ്ടായത്. കാരണം ആ ഭഗവാന്റെ പാദരേണുക്കളെ എപ്പോഴും ആശ്രയിച്ചു കൊണ്ടാണ് ഐശ്വര്യലക്ഷ്മിയെ മഹാലക്ഷ്മി കൂടെയുള്ളത്, സർവ്വ ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ. അപ്പോൾ ആ ഒരു പാദം വച്ചിട്ട് ഈ ഒരു ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഇവിടെയൊക്കെ ഐശ്വര്യം ഉണ്ടായത് എൻ്റെ മിടുക്ക് കൊണ്ടൊന്നുമല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, ഭഗവാൻ കാല് വെച്ചത് കൊണ്ടാണ്. അത് ഞാൻ മറന്നുപോയി. പക്ഷേ ഭഗവാന്റെ അഭാവത്തിൽ ഇപ്പം അതെല്ലാം നഷ്ടമായിരിക്കുന്നു.
അപ്പോൾ ഭഗവാനുള്ളത് കൊണ്ട് മാത്രമാണ്, ഈശ്വരൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഐശ്വര്യങ്ങളും സമ്പത്തുകളും നമുക്ക് എല്ലാം ഉണ്ടാവുകയും ചെയ്യുക, അത് വേണ്ടതുപോലെ അനുഭവിക്കാനും സാധിക്കുക. എല്ലാം ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഒന്നും കൊണ്ടും സാധിക്കില്ല. ഒരിക്കൽ അസുഖമായിട്ട് കിടക്കുന്ന ആളെ കാണാനായിട്ട് അപ്പോൾ ചെന്ന് കണ്ടു. അപ്പോൾ വയ്യാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ധനസഹായമൊക്കെ ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്ര പൈസയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് തരാം, പൈസയ്ക്ക് കുറവൊന്നുമില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പം കൊണ്ടുപോകണം വെച്ചാൽ ഈ പൈസ ഉള്ളത് കൊണ്ട് അതിനുള്ള ആൾക്കാരെയും കിട്ടിയെന്ന് വരും. പക്ഷേ ഈ ശരീരം കൊണ്ട് അനുഭവിക്കേണ്ടത് അനുഭവിച്ചു തന്നെയാവണം, അത് അനുഭവിക്കാണ്ടൊന്നും വയ്യ. അപ്പോൾ ധനം ഉണ്ടായിട്ടോ ബന്ധുക്കളുണ്ടായിട്ടോ സുഹൃത്തുക്കളുണ്ടായിട്ടോ വലിയ ഫെസിലിറ്റി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അതെന്നൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതിനെ നമ്മൾ അനുഭവിച്ചു തന്നെയാവണം. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു, ഒരുപാട് ഞാൻ ഇതിൻ്റെ പേരിൽ അഹങ്കരിച്ചു, ധനത്തിൻ്റെ പേരിൽ ആരുടെയൊക്കെയോ മനസ്സിനെ വിഷമിപ്പിച്ചു, ആരൊക്കെയോ സങ്കടപ്പെടുത്തി, അതിൻ്റെയൊക്കെ ഫലങ്ങളാണ് ഞാനിതായിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് അനുഭവിക്കാനായിട്ടുള്ളത് തന്നെയാണ്, ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് എന്ന് അദ്ദേഹം വളരെ തിരിച്ചറിവോട് കൂടിയിട്ട് പറയുന്നു. അപ്പോൾ അവസാന കാലത്തുള്ള ഒരു തിരിച്ചറിവാണ് അത്. അപ്പോൾ അത് അവസാന കാലത്ത് തിരിച്ചറിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആ ശരീരം കൊണ്ട് ഒന്നും പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണില്ല. ശരിക്കും ഭാഗവതത്തിൽ തന്നെ പറയണ അജാമിളൻ്റെ കഥ അല്ലേ, അജാമിളൻ ആ മരണകാലത്താണ് ആ സത്യത്തെ തിരിച്ചറിഞ്ഞത് എന്ന് പറയുന്നു. പക്ഷേ ശരിക്കും ആയസ് മരണകാലത്ത് ആയിരുന്നില്ല. ഭഗവാന്റെ കൃപ കൊണ്ട് മരണകാലത്ത് ശരിക്കും യമധർമ്മൻ പോലെ അടുത്തു വന്നിട്ട് പോലും യമധർമ്മനെ തൊടാൻ പറ്റിയില്ല ആ ജീവനെ. കാരണം എന്താ, ഭഗവാന്റെ നാമം ഉച്ചരിച്ചു എന്നുള്ള പേര് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു നാമത്തിനെ മുൻനിർത്തിയിട്ട് താൻ ചെയ്ത തെറ്റിനെയും ശരിയെയും മറ്റുള്ള കാര്യങ്ങളെയും ആ ഈശ്വരനാമത്തിൻ്റെ മഹത്വമൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ ശേഷിക്കുന്ന ആയസ് ഈശ്വരനെ ആശ്രയിച്ച് ആ ഭഗവാനെ ഭജിച്ച് ആ ഭഗവത് നാമത്തിൽ ലയിച്ച് ആ ഭഗവാനിൽ അലിഞ്ഞു ചേർന്ന ഭക്തൻ്റെ കഥയാണ് അജാമിളൻ്റെ കഥയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ആദ്യകാലത്തും ആ ഒരു ജീവൻ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നു. ഇടയിൽ കുറച്ച് കാലം ആ വാസനാപടലങ്ങളെ കൊണ്ട് ദുർവാസനകൾ പുറത്തു വന്നപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ളൊരവസരം ലഭിച്ചപ്പോൾ, അതുകൊണ്ടാണ് എപ്പോഴും സത്സംഗത്തിലിരിക്കൂ എന്ന് പറയുന്നത്. എത്ര സത്സംഗത്തിലിരുന്നാലും നമ്മുടെ വാസനകൾ ക്ഷയിക്കാതെ കണ്ട് ഇരുന്ന് കഴിഞ്ഞു വെച്ചാൽ അതിൽ നിന്ന് വിട്ടുപോയാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക തന്നെ ചെയ്യും. അതിന് നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളുടെ കയ്യ് തീ പൊള്ളിയെന്ന് വിചാരിക്കുക, കയ്യിൽ തീ പൊള്ളിക്കഴിഞ്ഞത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് തന്നെയാണ് പറയണത്. എൻ്റെ മോന് ഉണ്ടായ ഒരു അനുഭവമാണ്. 8ാം മാസത്തിൽ അവന് പൊള്ളലേറ്റു. അപ്പോൾ ആ അനുഭവം കൊണ്ട് കൂടിയാണ് പറയണത്. ഈ തീ പൊള്ളിയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ എടുത്ത് തേക്കും, കുറേ വെള്ളം ഒഴിച്ച് നോക്കും. ഇതൊക്കെ ആയാൽ അത് പൊളച്ച് ബുദ്ധിമുട്ടാവാൻ വഴിയുണ്ട്. നല്ല പൊള്ളലായ തീർച്ചയായിട്ടും പൊളയ്ക്കും. പക്ഷേ ഈ കുട്ടിക്ക് പൊള്ളലേറ്റ ഉടനെ തന്നെ എന്ത് ചെയ്തു, ഈ തണുത്ത ജലം കൊണ്ട് ഇങ്ങനെ ധാര കോരുക വെച്ചാൽ അതിങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. തണുത്ത ജലം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നു. അത് ആ വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ സുഖമായിട്ട്, കൊച്ചുകുട്ടി 5-8 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനാ സുഖം കിട്ടുമ്പോൾ അത് മിണ്ടാണ്ട് കിടക്കും. അപ്പോൾ ഒഴിക്കലിങ്ങനെ നിർത്തിയാൽ വീണ്ടും കരയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അതിനാ പുകച്ചിൽ മാറിയിട്ടില്ല എന്ന്. അപ്പോൾ വീണ്ടും അങ്ങനെ 3 മണിക്കൂറോളം നിർത്താണ്ട് ഇടവിടാണ്ട് ഈ ജലം ഇങ്ങനെ തണുത്ത ജലം കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 3-3.5 മണിക്കൂർ ഒഴിച്ചു. അതിങ്ങനെ ചെയ്തു. അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളിലൊക്കെ പോയി. ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ധാരാളം വീടുകളുണ്ട്. അവിടെയൊക്കെ പോയി
എനിക്ക് സഹായത്തിന് പറഞ്ഞ അവർ കൊണ്ടുവന്നു. ഐസും തണുത്ത വെള്ളങ്ങളും ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് 3.5 മണിക്കൂറോളം ഇതിങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ശരീരത്തിൽ ഒരു ചുമന്ന നിറം പോലും ഉണ്ടായില്ല. അത്രയും ആ പൊള്ളൽ ഇല്ലാണ്ടായിപ്പോയി. കാരണം ആ പൊള്ളലിൻ്റെ അവസാന ചൂടിൻ്റെ അവസാന അംശം വരെ നമ്മൾ ആ ജലം കൊണ്ട് ധാര കോരിയപ്പോൾ ആ തണുപ്പ് കൊണ്ട് ആ പൊള്ളലിൻ്റെ നീറ്റമില്ലാണ്ടായിപ്പോയി. അതുപോലെ നമ്മളുടെ ഉള്ളിൽ ആ വാസന പടലങ്ങൾ നല്ലോണം ഉണ്ട്. നമ്മൾ അല്പനേരം സത്സംഗത്തിലിരുന്നു, പിന്നെ അതിൽ നിന്ന് നീങ്ങി എന്ന് വിചാരിച്ചാൽ ആ ഇരുന്നതിൻ്റെയും കൂടിയും ചിലപ്പോൾ ഗുണം ഇല്ലാണ്ടായി എന്ന് വരും. അങ്ങനെയല്ല വേണം, നിരന്തരം സത്സംഗത്തിലിരിക്കുക. നിരന്തരം സത്സംഗത്തിലിരുന്നാൽ അതിന് സത്സംഗമൊക്കെ കിട്ടണ്ടേ, എവിടെയാണ് ഇരിക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾ ചോദിക്കുക. അങ്ങനെയല്ല, എപ്പോഴും എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് തന്നെ ഞാനിങ്ങനെ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ അതിലൊരു കൊച്ചുമകൻ, വ്രജവാസിയായിട്ടൊരു മോൻ, ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയുടെ ഒരു പ്രവചനത്തിൻ്റെ ഭാഗം കേട്ടു. അവൻ കൊച്ചു കുഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 6 വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ആ മകൻ പറയാണ്, മൊബൈലിൽ വർത്തമാനം പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കഴിയുമ്പോൾ ബില്ല് വരും. ബില്ലടച്ചാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ദിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബില്ല് അങ്ങനെ. അപ്പോൾ ഭഗവാനോട് സംസാരിക്കാൻ ബില്ലൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ദില്ല് എന്ന് വെച്ചാൽ ഹൃദയം, നമ്മുടെ ഹൃദയം മാത്രം മതി. ഹൃദയം കൊണ്ടാണ് ഭഗവാനോട്. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ ഹൃദയം കൊണ്ട് എന്താ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നാൽ ആ ഭഗവാനെ ലഭിക്കും. ഭഗവാനോട് അങ്ങനെയാണ് സംവദിക്കേണ്ടത് എന്നുള്ളത് ആ കുട്ടി പറയണു. അപ്പോൾ നമുക്ക് ആനന്ദമാണ് ഉണ്ടാവുക എന്നുള്ളത് പറയാം. അതുപോലെ നിരന്തരം നാമജപം തന്നെയാണ് ഏറ്റവും വലിയ സത്സംഗം. നാമജപത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കുക, അതാണ് ഏറ്റവും വലിയ സത്സംഗം. അപ്പോൾ അങ്ങനെ നാമം ജപിച്ച് നമ്മൾ സത്സംഗത്തിൽ അങ്ങനെ വിടാതെ കണ്ടിരിക്കണം. നമ്മളുടെ മനസ്സ് ഈശ്വരനിൽ നിന്ന് വേർപെടാണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ പൂർണ്ണമായിട്ടും അടങ്ങുന്നത് വരെ ജപിക്കുക എന്നുള്ളതാണ്. അടങ്ങിക്കഴിഞ്ഞാലും പിന്നെ നമുക്ക് ജപം നിർത്തേണ്ട ആവശ്യമില്ല. കാരണം അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ജപം നമ്മളുടെ ഓരോ അണുക്കളും ആ നാമം ജപിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നു. ഉറങ്ങുന്ന സമയത്ത് പോലും നമ്മളുടെ ഓരോ രോമകൂപങ്ങളും ഭക്തൻ്റെ അടുത്ത് ഇരിക്കുത്രേ വന്നിരിക്കും ഭഗവാൻ. അപ്പോൾ ഭഗവാനോടെയൊക്കെ എന്താ അവിടെ ഇരിക്കണേ, ആ ഭക്തൻ്റെ നാമജപം കേൾക്കുകയാണെന്ന്. മറ്റതെങ്ങനെയാണ്, ആ നാവ് മാത്രമാണ് ജപിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായിട്ട് വാസനാപടലങ്ങൾ അടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ രോമകൂപങ്ങൾ പോലും മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും അത്രേ. അത് കേൾക്കാൻ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയുള്ള അതാണ് ആ ഭഗവാന്റെ മഹത്വം. അപ്പോൾ ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓരോ പ്രവർത്തനവും നമ്മളുടെയാണ്, ഞാൻ എൻ്റെ എന്നുള്ള ഭാവത്തിലായാൽ അതൊന്നും വേണ്ടതുപോലെ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടത്തേക്ക് പരീക്ഷിത്ത് മഹാരാജാവ് വന്നു ചേർന്നത് എന്ന് വായിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത്. ഇത്തവണ നമുക്ക് 17-ാം അധ്യായം അത് പാരായണം ചെയ്യാനായിട്ട് വേണ്ടതുപോലെ അത് നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അക്ഷരത്തെറ്റ് കൂടാണ്ട് വായിക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാന്റെ പാദത്തിലും അതുപോലെ ആ കൊതിയോടുകൂടി കാത്തിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെ പാദത്തിലും മനസ്സുകൊണ്ട് നമസ്കരിച്ച് പാരായണം ആരംഭിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം 17-ാം അധ്യായം. സൂത ഉവാച തത്ര ഗോമിഥുനം രാജാ ഹന്യമാനാമനാഥവത് ദണ്ഡഹസ്തം ച വൃഷളം ദദൃശ്യ നൃപലാഞ്ജനം
മൃണാളധവളം ഹേമന്തമിവ ബിഭ്രതം വേപമാനം പതൈകേനാസീദന്തം ശൂദ്രതാഡിതം ഗാംജധർമ്മദുഹാം ദീനം വൃശം ശൂദ്രപദാഹതം വിവത്സം സാശ്രുവദനം ക്ഷാമം യവസമിച്ഛതിം പപ്രച്ഛാരഥമാരൂഢ കാർത്തുസ്വരാപരിച്ഛിതം മേഘഗംഭീരയാ വാച സമാരോപിതകാർമുക കസ്തും മച്ചരണേ ലോകേ ബാലധ്വംസ്യ ബലാൻബലി ബലാധ്വംസ്യ ബലാൻബലി നരദേവോസി വേഷേണ നടവത്കർമ്മണ ദ്വിജ. പ്രഥമസ്കന്ധം 17-ാം അധ്യായം. അക്കിത്ത ഭാഗവതത്തിലെ കലിനിഗ്രഹം എന്നാണ് ഈ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര്. സൂതൻ പറഞ്ഞു, അനാഥമട്ടിലവിടെ കണ്ടു ഗോമിഥുനത്തെയും അവയെ തല്ലുന്ന രാജവേഷൻ ശൂദ്രനെയും നൃപൻ പേടിച്ചു മൂത്രമൊഴുകും കാള താമരനൂൽ നിറം ഒറ്റക്കാലിൽ വിറയ്ക്കുന്നു മൂടൻ തന്നടികൊള്ളവേ പശുവോദിനയാം ധർമ്മ ദുഃഖശുഷ്ക വിവത്സയും പച്ചപ്പുല്ലോർക്കുമ കണ്ണിൽ അശ്രു മൂടൻ ചവിട്ടവേ സ്വർണാലങ്കൃതമാം തേരിൽ കേറി വില്ലുകുലയ്ക്കവേ മേഘഗംഭീരസ്വരത്തിൽ ചോദിച്ചു ഭൂപനാക്ഷണം, നീയാരൻ നാട്ടിൽ ബലധ്വംസിയം ബലവാനടോ വേഷത്തിൽ നരദേവൻ നീ കർമ്മത്തിൽ വെറുമദ്വിജൻ. അപ്പോൾ ആ പരീക്ഷിത്ത് മഹാരാജാവ് വന്നു നോക്കുമ്പോൾ നാഥനില്ലാത്ത ചില അനാഥരായിട്ടുള്ള ഒരു പശുവും അത് കാളയും യുടെ രൂപത്തിൽ നിൽക്കുന്നവരെ കാണുകയാണ്. അപ്പോൾ അനാഥരായിട്ടുള്ള ഈ പശുവിനെയും കാളയും അടിച്ച് ഉപദ്രവിക്കുന്ന രാജവേഷം ധരിച്ചിരിക്കുന്ന ഒരു ശൂദ്രനെ കാണാനിടയായി. അപ്പോൾ ആ താമരവളയം പോലെ വെളുത്ത നിറമുള്ള ആ ഒരു പശു എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ കാള വിറച്ചുകൊണ്ട് താമരവളയം പോലെ വെളുത്ത നിറമുള്ള മൂത്രങ്ങളെയൊക്കെ ഇങ്ങനെ വിസർജിക്കാൻ തുടങ്ങി. ഒറ്റക്കാല് കൊണ്ട് വിറച്ചിട്ടാണ് നിൽക്കണത്. വളരെയധികം ക്ലേശിക്കുകയാണ് നിൽക്കാനൊക്കെ. ശൂദ്രൻ്റെ അടി കൊണ്ടിട്ടുള്ള ആ വിഷമത്തിൻ്റെ അതിന് വേദനയൊന്നും സഹിക്കാൻ പറ്റാണ്ട് വിഷമിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ദുഃഖിച്ചിട്ട് വിഷമിച്ചിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് നിൽക്കുന്ന പശുവിനെയും കണ്ടു. അപ്പോൾ സ്വർണ്ണമയങ്ങളായിട്ടുള്ള കോപ്പുകളൊക്കെ അണിഞ്ഞ് പരിശോഭനമായിട്ടോടുകൂടി ആ രഥത്തിൽ കയറിയിരിക്കുന്ന പരീക്ഷിത്ത് രാജാവ് തൻ്റെ വില്ലിൻ്റെ ഞാണൊക്കെ കുലച്ച് കെട്ടിയിട്ട് ആ ശൂദ്രന് നേരെ പ്രയോഗിക്കാൻ ഒരുങ്ങിക്കൊണ്ട് ഇടിവെട്ടണ പോലെ ഉറക്കെയുള്ള ശബ്ദത്തോടുകൂടി ചോദിച്ചു, നീ ആരാണ്? എന്നെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണ ഈ സ്ഥലത്തെ ഈ രാജ്യത്തിലെ ബലമില്ലാത്തവരെ ഈ ബലവാനായിട്ടുള്ള നീ എന്തിനാ ഇങ്ങനെ ബലാത്കാരമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കണത് എന്ന് രാജാവ് ഉറക്കെ ആ ശൂദ്രനോട് ചോദിക്കുകയാണ്. കസ്ത്വം കൃഷ്ണേ ഗതേ ദൂരം സഹ ഗാണ്ഡീവ ധന്വനാ ശോജ്യാസ്യ ശോജ്യാൻ രഹസി പ്രഹരൻ വധമർഹസി ത്വം വാ മൃണാളധവളാപതൈർന്യൂനാപതാചരൻ വൃഷരൂപേണ കിം കശ്ചിദ്ദേവോ ന പരിഖേതയൻ ന ജാതൂ പൗരവേന്ദ്രാണം ദോർദണ്ഡാ പരിരംഭിതേ ഭൂതലേനുപതന്ത്യസ്മിൻ വിനാദേ പ്രാണിനം ശുച മാ സൗരഭേയാനുശോചോ വ്യേതുതേ വൃഷളാദ്ഭയം മാരോദീരംഭദ്രം തേ ഖലാനം മയീ ശാസ്തരീ യസ്യ രാഷ്ട്രേ പ്രജാ സർവാസ്ത്രസ്യന്തേ സാധ്യധാതുഭിः തസ്യ മത്തസ്യ നശ്യന്തി കീർത്തിരായുർഭഗോ ഗതി
ഏഷരാജ്ഞം പരോ ധർമ്മോ ഹ്യത്യാനാമാർത്തിനിഗ്രഹ ഏനം വദിഷ്യാമി ഭൂതദ്രുഹ അസത്തമം. മൃണാളധവളം ഒറ്റക്കാലിൽ ചരിപ്പവൻ ദേവനോ വൃഷവേഷത്തിൽ ഗതിപ്പിക്കുന്നു ഞങ്ങളെ. വീണില്ലേ പൗരവന്മാർ തൻ കൈത്തണ്ടാൽ പരിരംഭിതം മണ്ണിൽ നീ ഒഴിച്ചൊറ്റ പ്രാണി തന്നെ വീണില്ല പൗരന്മാർ തൻ കൈത്തണ്ടാൽ പരിരംഭിതം ഈ മണ്ണിൽ നീയൊഴിച്ചൊറ്റ പ്രാണി തൻ അശ്രുബിന്ദുവും കേഴായിക നീ സൗരഭേയ വിടൂ വൃഷലഭീതി നീ അഴായികമ്മേ ശാന്തി വരും അടയ്ക്കും ഞാൻ അധർമ്മിയെ ആദൻ നാട്ടിൽ പ്രജകളൊട്ടാകെ ദുർജനപീഡിതം ആമത്തന്നു നശിക്കുന്നു കീർത്തി ജീവൻ ഭയം ഗതി. രാജവാദ്യം ചെയ്തിടേണ്ടത് ആർത്തന്മാർ കാർത്തി നിഗ്രഹം വധിപ്പേനതിനാൽ പ്രാണിദ്രോഹിയെ നീജനെ. അപ്പോൾ ഇതൊക്കെ ആരാണ് എന്ന് ചോദിക്കണു. നീ ആരാണ് ഉപദ്രവിക്കാൻ എന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ പറയണു ഗാന്ധീവം എന്ന് വില്ലൊക്കെ ധരിച്ച ആ അർജുനനുണ്ടല്ലോ, വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ. ആ അർജുനനോടുകൂടി ഭഗവാൻ ഈ ലോകത്തുനിന്ന് മറിഞ്ഞിരിക്കുന്ന അവസരത്തിൽ ആരും ഇല്ല, ദ്രോഹിച്ചാൽ ആ അപരാധിയെ ശിക്ഷിക്കാൻ ആരും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആണ് നീ വന്നിരിക്കണമെന്നുവെച്ചാൽ നീ വധശിക്ഷയ്ക്ക് തന്നെ അർഹനാണ് നീ. അപ്പം ചോദിക്കുന്നു, പിന്നെ വൃഷഭനോട് ചോദിക്കുന്നു, നീ ആരാണ്? ഇത്രയും വെളുത്ത സുന്ദരനായിട്ടുള്ള നീയ് 3 കാലുകളും നിന്നെ നശിച്ചു കൊണ്ടിങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഭൂഭാരത്തെ വഹിച്ചുകൊണ്ട് അധർമ്മം രാജ്യത്തിൽ നടക്കുന്നതിനെ എന്നെ കാട്ടിത്തന്ന് എന്നെ വ്യസനിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന ഏതെങ്കിലും ദേവനാണോ നീയ് എന്ന് ചോദിക്കുകയാണ്. കാരണം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അധർമ്മമാണ് നടക്കണം, അവരൊക്കെ രക്ഷിക്കണം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു കാളയുടെ വേഷം കൊണ്ടുവന്ന ഏതെങ്കിലും ദേവനാണോ എന്ന് ചോദിക്കുകയാണ്. സ്വന്തം ശോകത്തിനുള്ള കാരണം പറയുകയാണ്. അതായത് അപ്പോൾ ഒരു വംശത്തിൽ രാജാക്കന്മാരുടെ പരമ്പരയായിട്ട് വന്നിരിക്കുന്ന രാജശ്രേഷ്ഠന്മാരുടെ ബലമേറിയ കൈകളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഭൂമിയിൽ നീ മാത്രമാണ് ഇപ്പോൾ കണ്ണുനീരൊക്കെ ഒഴുക്കിയിട്ട് ഇങ്ങനെ നിൽക്കണത്. ഇതുവരെ ആ ഭൂമി എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ടായിരിക്കുന്നത്. ഇപ്പോൾ നീയാണ് ഇങ്ങനെ കണ്ണുനീരൊഴുക്കി കരയുക. അല്ലാണ്ട് ഒരാളുടെയും കണ്ണുനീര് ഈ ഭൂമിയിൽ വീണിട്ടില്ല. നിനക്ക് മാത്രം ഇങ്ങനെ ദുഃഖം വരാൻ എന്താണ് സംഭവിച്ചത്? അതാന്ന് ആലോചിച്ചിട്ട് ഞാനിതാ ഖേദിക്കണമെന്ന് പറയാം. ആ കാമധേനുവിൻ്റെ സന്താനമായിട്ടുള്ള ഋഷഭ, നീ വ്യസനിക്കേണ്ട. ഈ ശൂദ്രനിൽ നിന്ന് നിനക്ക് നേരിട്ടിരിക്കുന്ന ഭയത്തെയൊക്കെ ഞാൻ തീർത്തു തരാം എന്ന് പറയണു. ദുഷ്ടന്മാരെ ശാസിക്കുന്ന ഞാൻ ഇരിക്കുന്ന കാലം നിനക്ക് യാതൊരു ദോഷവും സംഭവിക്കില്ല, നിനക്ക് മംഗളം ഉണ്ടായിത്തീരും. നിങ്ങളെ രണ്ടുപേരെയും സങ്കടത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ല, എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് ഉറപ്പിക്കുന്നത് എന്ന് പറയാണ്. കാരണം ഇപ്പോൾ അങ്ങനെയല്ല, ഇതിന് എൻ്റെ ഒരു ധർമ്മമല്ലേ, എനിക്ക് വേണ്ടിയിട്ട് വെച്ചാൽ ഞാൻ എൻ്റെ ധർമ്മത്തെ പരിപാലിക്കേണ്ടതാണ്. അപ്പോൾ അവരോട് ഇപ്പോൾ സഹതാപം തോന്നിയിട്ടാണ് നമ്മൾ പറയില്ല, ആ സഹതാപം കൊണ്ട് ചെയ്യണതാന്ന് വിചാരിക്കേണ്ട. ഞാൻ എൻ്റെ ധർമ്മമാണ് ചെയ്യണത്, ഞാൻ എൻ്റെ ധർമ്മം നിർവഹിക്കുക തന്നെ ചെയ്യും. എൻ്റെ കൃത്യത്തെ വേണ്ടത് വിധം ഞാൻ പരിപാലിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടിരിക്കണ ഈ ഭയത്തിൽ ഈ ദുഷ്ടനിൽ നിന്നുള്ള ഭയത്തെ തീർത്ത് രക്ഷിക്കേണ്ടത് എൻ്റെ ധർമ്മമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് തീർച്ചയായിട്ടും ചെയ്യുമെന്ന് പറയാം. ആ ദുഃഖിക്കുന്നവരുടെ ദുഃഖം തീർക്കണമെന്നാണ് രാജാക്കന്മാരുടെ ധർമ്മം. അതുകൊണ്ട് പ്രാണികളെ ദ്രോഹിക്കുന്ന ഈ ദുഷ്ടനെ ഞാൻ വധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കണം. കോ വൃശ്ചസ്തവ
പദാം സ്ത്രീൻ സൗരഭേയ ചതുഷ്പദ മാം ഭുവം സദാ സ്തുദൃശാര മാം ഭുവം സ്വാദൃശാരാഷ്ട്രേജ്ഞ രാജ്ഞാം കൃഷ്ണാനുവർത്തിനം ആഖ്യാഹി വൃഷഭാഭദ്രം വാ സാധൂനാം അകൃതാഗസാം ആത്മവൈരൂപ്യകർത്താരം പാർത്ഥാനം കീർത്തിദൂഷണം ജനേ നാഗസ്യഖം യുജ്ഞൻ സർവതോസ്യാചമദ്ഭയം സാധൂനാം ഭദ്രമേവ സ്യാദ് സാധുധമനേ കൃതേ അസാധുദമനേ കൃതേ അനാഗസ്വിഹബോധേഷു യ ആഗസ്കൃന്നിരങ്കുശ. ഹരേ കൃഷ്ണ. അനാഗസ്വിഹബോധേഷു യ ആഗസ്കൃന്നിരങ്കുശ നിരങ്കുശ ഹർത്താസ്മി ഭുജം സാക്ഷാദമത്യസ്യാപി സംഗതം രാജ്ഞോ ഹി പരമോ ധർമ്മ സ്വധർമ്മസ്ഥാനാനുപാലനം സ്വധർമ്മസ്ഥാനുപാലനം ശാസ്ത്രേ ശാസതോ അന്യോന്യഥാ ശാസ്ത്ര മാനപദ്യുൽ ഉൽപഥാനിഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരോ നിൻ മൂന്നുകാൽ വെട്ടി സൗരഭേയ ചതുഷ്പദ കൃഷ്ണാശ്രിതന്റെ നാട്ടിൽ കാണല്ലാത്വാദൃശദുഃഖിയെ നിന്നെ പോലാകൃതാഗസാം സാധുക്കൾക്കു വരും ശുഭം നിനക്കാരേകി വൈരൂപ്യം കാളേ പാർത്ഥയശോന്തകൻ. അനാഗസ്സുകളെ ദ്രോഹിപ്പവരെ ഭയക്കണം അസാധുതമനാൽ കിട്ടും സാധുക്കൾക്കൊക്കെ മംഗളം. കുറ്റം ചെയ്യാ പ്രാണികളെ ദ്രോഹിപ്പൂ ദേവനെങ്കിലും അറുത്തെടുക്കുവേന അത്തോൾ വളയിട്ട ഭുജങ്ങളെ അനാപത്തിൽ അധർമ്മം ചെയ്വോരെ ശിക്ഷിച്ചിടും നൃപൻ യഥാശാസ്ത്രം നടത്തുന്നു സ്വധർമ്മസ്ഥാനുപാലനം. പറയണോ പിന്നെ വിഷമിച്ചിരിക്കുന്ന ആ കാളയെ കണ്ടിട്ട് പറയാണ്, കാമധേനുവിൻ്റെ സന്താനല്ലേ നീയെ, 4 പാദമുള്ളവനെ, നിനക്കിപ്പോൾ ഒരു പാദം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ നശിച്ചതായിട്ട് കാണേണ്ടി വന്നുല്ലോ. അപ്പോൾ അത് ആരാണ് നിൻ്റെ പാദങ്ങളെയൊക്കെ ഛേദിച്ച് കളഞ്ഞത്? ആ ശ്രീകൃഷ്ണൻ്റെ ധർമ്മോപദേശം അനുസരിച്ചിട്ട് രാജ്യം പാലിക്കുന്ന രാജാക്കന്മാർ രാജ്യത്തിൽ നിങ്ങളെപ്പോലെ അങ്ങനെയുള്ള രാജാക്കന്മാർ നന്നായി രാജ്യം ഭരിച്ചാൽ നിങ്ങളെപ്പോലെ ദുഃഖിക്കണവർ ഇല്ലാണ്ടിരിക്കണം എന്നാണ് പറയണത്. അതുപോലെ അപ്പോൾ യാതൊരു അപരാധവും ചെയ്യാത്തവരും സാധുക്കളുമായിട്ട് നിങ്ങൾക്ക് ക്ഷേമം വരികയാണ് വേണ്ടത്. നിങ്ങളുടെ അംഗങ്ങളെയൊക്കെ മുറിച്ച് വിരൂപനാക്കിയത് ആരാണെന്ന് പറയൂ. അപ്പോൾ കാരണം അത് എൻ്റെ പിതാമഹന്മാരായിട്ടുള്ള കുന്തി ദേവിയുടെ മക്കൾക്ക് അവർ അത്ര നന്നായി രാജ്യം ഭരിച്ചവരല്ലേ, അവർക്കൊക്കെ അപകീർത്തിയെ നൽകുകയാണ് ചെയ്യണത് ഈ ഒരു പ്രവൃത്തി കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അപരാധം ചെയ്യാതിരിക്കുന്ന ജനത്തെ ദ്രോഹിക്കുന്നവൻ ആരായാലും, എവിടെ ഇരിക്കുന്ന ആളായാലും, എത്ര വലിയവനായാലും ശരി, അവന് എന്നെ ഭയക്കേണ്ടവൻ തന്നെയാണ് അവൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ എൻ്റെ അവരെ ഞാൻ
ദണ്ഡിക്കുക തന്നെ ചെയ്യും. അവരെ ഞാൻ ദണ്ഡിച്ചു കഴിഞ്ഞാൽ അവരെ ദുർജനങ്ങളെ നമ്മൾ ദണ്ഡിച്ചു കഴിഞ്ഞാൽ സജ്ജനങ്ങൾക്ക് ക്ഷേമേ ഭവിക്കുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ദണ്ഡനം ഏൽക്കേണ്ടി വരും എന്ന് പറയാം. അപരാധമൊന്നും ഇല്ലാണ്ട് പ്രാണികളിൽ ആരാണോ ഇങ്ങനെ ഒരു മടിയുമില്ലാണ്ട് അവരെ വെറുതെ ഉപദ്രവിക്കുന്നത്, അയാൾ ദേവനായാൽ പോലും ശരി, അയാളുടെ കയ്യിനെ മുറിച്ച് തോൾവളയോട് കൂടിയിട്ട്, അതായത് ആ ഇരുഭുജങ്ങളെയും മുറിച്ച് ഉന്മൂലനം ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ ആപത്തില്ലാണ്ടിരിക്കുമ്പോൾ സ്വധർമ്മത്തെ തെറ്റി നടക്കുന്നവരെ ശാസിക്കുന്നതും സ്വധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ ശാസ്ത്രപ്രകാരം രക്ഷിക്കുന്നതൊക്കെ രാജാവിൻ്റെ പരമമായ ധർമ്മമാണ് എന്നെല്ലാം പറയണു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ധർമ്മരാജാവ് ആ കാളയുടെ രൂപത്തിൽ നിൽക്കുന്ന ആ ധർമ്മ രാജാവ് ധർമ്മരാജൻ പറയാൻ തുടങ്ങി. ധർമ്മ ഉവാച ഏതദ്പാണ്ഡവേയാനം യുക്തമാർത്താഭയം വച യേഷാം ഗുണഗണൈ കൃഷ്ണോ ദൗത്യാദൗ ഭഗവാൻ കൃത. ന വയം ക്ലേശബീജാനി യദസ്യു പുരുഷർഷഭ പുരുഷം തം വിജാനീമോ വാക്യഭേദാ വിമോഹിത കേജിത്കൽപവസന ആഹൂര ആത്മനമാത്മന വൈ ദൈവമന്യേ പരേ കർമ്മ സ്വഭാവം അപരേ പ്രഭും നിർദ്ദേശാദിതി കേഷ്വപി നിശ്ചയ അത്രാനുരൂപം രാജർഷേ വിമർശാസു മനീഷയ ഏവം ധർമ്മേ പ്രവദതി സാമ്രാട്ട് ദ്വിജോത്തമ സമാഹിതേന മനസാ വിഖേദ പരിജഷ്ടതം. രാജോവാച ധർമ്മം ബ്രവീഷി ധർമ്മശ്ച ധർമ്മോസി വൃഷരൂപദൃക് യദധർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. ധർമ്മദേവൻ പറഞ്ഞു, ആർദ്ദൻ ഗുണഗണാൽ കൃഷ്ണൻ ദൗത്യാദിക്കും വഴങ്ങിയോ ആ പാണ്ഡവേയന്നുചിതം വാക്കാർ. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ വായിക്കാട്ടോ. ധർമ്മദേവൻ പറഞ്ഞു, ആർദ്ദൻ ഗുണഗണാൽ കൃഷ്ണൻ ദൗത്യാദിക്കും വണങ്ങിയോ ആ പാണ്ഡവേയന്നുചിതം ഈ അഭയപ്രദം. ആരിൽ നിന്നൂറുന്നു ക്ലേശബീജങ്ങൾ പുരുഷർഷഭ വാക്യഭേദ വിമോഹത്താൽ ഞങ്ങൾക്ക് അജ്ഞാതനപ്പുമാൻ നൽകും വികൽപ്പവസനാൻ ആത്മപ്രഭുത്വവും ദൈവകർമ്മ സ്വഭാവങ്ങളെന്ന അന്യർ പലമട്ടിലും അപ്രതർക്യൻ അനിർദ്ദേശ്യൻ സർവേശൻ നിശ്ചയം ചിലർ യുക്തമേതെന്നു രാജർഷേ സ്വയം ചിന്തിച്ചുറയ്ക്ക നീ. സൂതൻ പറഞ്ഞു, ധർമ്മനിങ്ങനെ ചൊന്നപ്പോൾ ആ നൃപൻ ഭൂസുരോത്തമ വിശോകനായി ശാന്തഹൃത്തായി ഓദീവിധമുത്തമം. അപ്പോൾ ചോദ്യം ചോദിച്ചപ്പോൾ ധർമ്മദേവൻ പറഞ്ഞു, പാണ്ഡവന്മാരുടെ കുലത്തിൽ ജനിച്ച അങ്ങ് ദുഃഖിക്കുന്നവർക്ക് അഭയത്തെ നൽകുന്ന ഈ മാതിരി വാക്ക് പറഞ്ഞത് ഉചിതമായിട്ട് തീർന്നു. കാരണം ആ പാണ്ഡവരുടെ സൽഗുണങ്ങൾ നിമിത്തമാണ് ആ ശ്രീകൃഷ്ണ ഭഗവാൻ അവർക്ക് വേണ്ടിയിട്ട്
അവരുടെ കൂടെ ഉണ്ടായത്. അപ്പം അങ്ങനെയുള്ളവരുടെ കുലത്തിൽ ജനിച്ച അങ്ങ് പറഞ്ഞ വാക്ക് ഉചിതം തന്നെയാണ്. പ്രാണികളുടെ ദുഃഖങ്ങളെ കുറിച്ച് നിർണയം ചെയ്യാനായിട്ട് അപ്പോൾ വാദപ്രതിവാദം ചെയ്യുന്നവർ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായത്തെ യുക്തിപൂർവ്വം ഉറപ്പിക്കും, മറ്റുള്ള അഭിപ്രായത്തെ ഖണ്ഡിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം ആരാണെന്ന് പറയാൻ ഞങ്ങൾക്കത്ര അറിയില്ല. കാരണം ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം എന്താ വെച്ചാൽ ഒരാൾ പറയും, പലരും പല അഭിപ്രായം പറയണവരുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ആ വാദികൾ പറയുന്ന പല വിധത്തിലുള്ള വാദങ്ങളെയാണ് ഇത് പറയണത്. അപ്പോൾ അതുകൊണ്ട് പറയണു, ഈ ഇപ്പോൾ പറയും നമുക്ക് വരണ ഓരോന്ന് ഇതൊക്കെ കാരണം ഈശ്വരനാണ് കാരണം എന്ന് ഈശ്വരവാദികളായവർ പറയണു. കർമ്മഫലമാണ് കാരണം എന്ന് പറയണു. അവരവർ ചെയ്ത സുഹൃത ദുഷ്കൃതങ്ങളുടെ ഫലമാണ് കാരണം എന്ന് പറയണു. അങ്ങനെ ഓരോരുത്തരും ഓരോ കാരണങ്ങൾ പറയില്ലേ, അങ്ങനെ അതിന് ഉറപ്പില്ലല്ലോ. അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ ഗണിക്കുന്നത് കൊണ്ട് ഓരോ അഭിപ്രായം ഓരോരുത്തർക്കാണ് സമ്മതമുള്ളൂ. അതുകൊണ്ട് രാജാവേ, അങ്ങയുടെ ബുദ്ധിക്ക് എന്താണോ ഉചിതം അതാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ പറയണത് കേട്ടിട്ടല്ല ചെയ്യേണ്ടത്. അങ്ങ് അവിടെ ഇതൊക്കെ കണ്ടില്ലേ, അങ്ങ് പാണ്ഡവ കുലത്തിൽ ജനിച്ചവനല്ലേ, നല്ലതും ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി അങ്ങയ്ക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങ് ഇത് കണ്ട് മനസ്സിലാക്കി ഏതാണോ വേണ്ടതുപോലെ ഉചിതം പോലെ ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ആ ധർമ്മദേവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പരീക്ഷിത് രാജാവ് മനസമാധാനത്തോടു കൂടിയിട്ട് ആ ധർമ്മദേവനോട് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് മറുപടി പറയണു. ഹേ ധർമ്മരാജാവേ, അങ്ങ് ധർമ്മത്തെ പറയുന്നതിൽ കാളയുടെ രൂപം ധരിച്ച ധർമ്മദേവൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അധർമ്മം ചെയ്യുന്നതിന് കിട്ടുന്ന ആ നരലോകം, അധർമ്മത്തിനെ പറ്റി ആ നരലോകം പ്രാപിക്കേണ്ടവരൊക്കെ ഉണ്ടല്ലോ, അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഉപദ്രവിക്കുന്ന ആളെ അറിഞ്ഞിരുന്നാലും അവൻ്റെ പേര് അങ്ങ് പറയാണ്ടിരിക്കുക എന്ന് മനസ്സിലായി. അത് തന്നെയാണ് ധർമ്മം. അതായത് നേരിട്ടിട്ട് ഇങ്ങനെ പറയണില്ലേ. അപ്പം അങ്ങേക്ക് അറിയാം ആരാണ് ഉപദ്രവിക്കണത്, എന്താണ് വേണ്ടതെന്ന്. പക്ഷേ അങ്ങ് അത് പറയാണ്ട് ഉചിതമായ രീതിയിൽ പറഞ്ഞു എന്ന് അദ്ദേഹം പറയണം. അഥവാ ദേവമായ നൂനം ഗതിരഗോചര ചേതസാവചസാശ്ചാപി ഭൂതാനാമതി നിശ്ചയം തപശൗചം ദയാ സത്യം ഇതി പാദാ പ്രകീർത്തിയ അധർമ്മം ശൈസ്ത്രയോ ഭഗ്ന സ്മയാ സംഗമതൈസ്തവ ഇദാനീം ധർമ്മപാദസ്തേ സത്യം നിവർത്തയേദ്യത തം ഝംഘൃഷ്യതദ്ധർമ്മോയം മൻഹൃദേ അനൃതേനൈദ്ധിതക്കലി യം ച ഭൂർഭഗവതാ ന്യാസിതോരുഭരാസതി ശ്രീമദ്ഭിസ്തത്പദന്യാസൈ സർവതകൃതകൗതുക ശോചത്യാശ്രുകലസ്വാധി ദുർഭഗേവോശ്ചിദാധുന അബ്രാഹ്മണ്യാ നൃപവാച്യാ ശൂദ്രാ ഭോക്ഷ്യതി മാമിതി ഇതി ധർമ്മം മഹിം ജൈവ സ്വാന്തയിത്വാ മഹാരഥ നിശിതാമാദദേ ഗഡ്ഗം കാലയേ ധർമ്മഹേതവേ. ഹരേ രാമ. സൂതൻ പറഞ്ഞു, ധർമ്മനിങ്ങനെ ചെന്നപ്പോൾ ആ നൃപൻ ഭൂസുരോത്തമ വിശോകനായി ശാന്തഹൃത്തായോദീവിധം ഉത്തമം ധർമ്മജ്ഞ നീ ചൊൽവൂ ധർമ്മം ധർമ്മം തൻ വിഷരൂപിണി
അധർമ്മ എത്തിടും ഇടം തൽസൂചകനുമെത്തിടും അല്ലെങ്കിലോ ദേവമായയുടെ മാർഗഗോചരം ഭൂതങ്ങൾ തന്മനസ്സിനും വാക്കിനും ഇത് നിശ്ചയം പ്രസിദ്ധം നിന്ദപം ശൗചം ദയ സത്യം ചതുഷ്പദം അറ്റുമൂന്നും അധർമാംശം സ്മയക സംഗമതങ്ങളാൽ ധർമ്മമേ നിൻ കാലുകളിൽ സത്യമേയുള്ളു ബാക്കിയായി അതും മുറിപ്പാൻ മോഹിപ്പൂ വർദ്ധിതാനുത അക്കലി ഭഗവത് കൃപയാൽ ഭാരമൊഴിഞ്ഞ സതിയദ്ധര ശ്രീകൃഷ്ണപാദവിന്യാസാൽ സർവത്രാഗതമംഗള എന്നെ ഭജിക്കുന്നു മൂഢര ബ്രാഹ്മണ്യൻ നിർവേശികൾ എന്നൂ ദുർഭഗപോൽ സ്വാധീ കേഴുന്നു കണ്ണുനീരുടെ ധർമ്മത്തെ ധരയെ സാന്ത്വനിപ്പിച്ചേവം മഹാരഥൻ എന്തൊന്നു കലിയെ കൊല്ലാൻ നിശിദാസി അധർമ്മിയെ പറയണു. കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനൊക്കെ ഉണ്ടല്ലോ, അവരുടെ ആ സ്ഥാനഭേദം പ്രാണികൾക്ക് സിദ്ധിച്ചത് ദൈവത്തിൻ്റെ ശക്തിവിശേഷത്താലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാണികളുടെ മനസ്സ് കൊണ്ട് അത് ഊഹിക്കാനോ വാക്കുകളെ കൊണ്ട് പറയാനൊന്നും സാധിക്കില്ല എന്നതാ പറയുകയാണ്. ധർമ്മദേവനായ അങ്ങേക്ക് കൃതയുഗത്തിലുള്ള 4 പാദങ്ങളിൽ ഇപ്പോൾ ഒരു പാദം മാത്രമേ ഉള്ളൂ. തപസ്, ശൗചം, ദയ, സത്യം എന്നിവയൊക്കെ ആയിരുന്നു. അതിൽ ആ തപസ്സും ശൗചവും ദയൊക്കെ ഇല്ലാണ്ടായി ഇപ്പോൾ. അത് എന്തുകൊണ്ട് ഗർവം, സംഘം, മതം എന്നിങ്ങനെ ഉള്ള ആ ആളുകളെ കൊണ്ട് ആ 3 പാദങ്ങളും മുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി തപസ്സിൻ്റെ സ്ഥാനത്തിൽ ഇപ്പോൾ ഗർവും, ശൗചത്തിൻ്റെ സ്ഥാനത്തിൽ ഇപ്പോൾ സംഘവും, ദയയുടെ സ്ഥാനത്തിൽ ഇപ്പോൾ മതവും വന്ന് കയറിയിരിക്കുകയാണ്. ഇനി അങ്ങയുടെ ആ സത്യം എന്നുള്ള ഒരു കാല് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഒരു പാദം മാത്രമേ ഉള്ളൂ, ആ സത്യമാണ്. അതുകൊണ്ട് ആ കാലുകൂടി അതിനെ കൂടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കലി പരിശ്രമിച്ചു കൊണ്ടിരിക്കണത്. അപ്പോൾ ആ ഗോരൂപിണിയായ ഭൂമിദേവിക്കുണ്ടായ ആ മഹാഭാരത്തെ അധർമ്മികളുടെ ഭാരത്തെയൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ നശിപ്പിച്ചു എന്നുണ്ടെങ്കിലും ആ ഭഗവാന്റെ പാദകമലങ്ങളുടെ അടയാളങ്ങളായിട്ട് ശോഭനമായിട്ടുള്ള ഈ ഭൂമിദേവിയുടെ 4 ഭാഗത്തും അലങ്കാരമായിട്ട് ശോഭിച്ചിരുന്നു ഭഗവാന്റെ പാദങ്ങൾ. ആ ഭൂമിയെ ഭഗവാൻ ഉപേക്ഷിച്ച് പോയപ്പോൾ ബ്രാഹ്മണ ഭക്തി ഇല്ലാത്തവരും രാജാക്കന്മാരെന്ന് വേഷം ധരിച്ചവരും ആ പ്രജകളെ ദ്രോഹിക്കുന്നവരായിട്ടുള്ള ശൂദ്രന്മാർ ഇവിടെ ആ ഭൂമിയെ ഭരിക്കൂലോ എന്നൊക്കെ ആലോചിച്ച് ആ അമ്മ കണ്ണീരൊലിപ്പിച്ച് കഴിയുകയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഈ കലിയെ ഇല്ലാണ്ടാക്കേണ്ടത് എൻ്റെ ധർമ്മം തന്നെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പരീക്ഷിത്ത് മഹാരാജാവ് ധർമ്മദേവനെയും ഭൂമിദേവിയും നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അധർമ്മത്തിൻ്റെ കാരണമായിട്ടുള്ള കലിയെ വധിക്കാനായിക്കൊണ്ട് മൂർച്ചയുള്ള വാളും എടുത്തിട്ട് കലിയുടെ നേരെ ചെന്നു. തം ശിഖാംസു അഭിപ്രേത്യ വിഹായ നൃപലാഞ്ജനം തൽപാദമൂലം ശിരസാ സമാഗദ്ഭയവിഹ്വല പതിതം പാദയോർവീക്ഷ്യ കൃപയാ ദീനവത്സല ശരണ്യോ നവാധീശ്ലോക്യ ആഹാചേതം ഹസന്നിവ രാജോവാചാനദേ ഗൂഢാകേശ യശോധരാണം ബന്ധാഞ്ജലേർവൈ ഭയമസ്തി കിഞ്ചിത് നവർത്തിതവ്യം ഭവതാ കഥം ജന ക്ഷേത്രേ മദീയേ ത്വം അധർമ്മബന്ധു ത്വം വർത്തമാനം നരദേവ ഗേഹേഷ അനുപ്രവൃത്യോയം അധർമ്മഭൂഗാൽ ലോഭോ നൃതം ചൗര്യമനാര്യമംഹോ ജ്യേഷ്ഠാചമായ കലഹശ്ച ദമ്പ നവർത്തിതവ്യം തദധർമ്മബന്ധോ ധർമ്മേണ സത്യേന ച വർത്തിതവ്യേ ബ്രഹ്മാർത്ഥയേ യത്ര യജന്തി യജ്ഞൈർ യജ്ഞേശ്വരം യജ്ഞവിധാനവിജ്ഞാ.
വധിക്കും തന്നെ എന്നോർത്തു രാജവേഷം വെടിഞ്ഞവൻ തലമൊട്ടിച്ചു രാജാവിൻ കൽക്കലാഭയവിഹ്വലൻ കാൽക്കീഴിൽ വീണോനെ കണ്ടു കൃപയാൽ ദീനവത്സലൻ ശരണാഗതനെ കൊല്ലാതോതി ശ്ലാഘ്യൻ സസുസ്മിതം. രാജാവു പറഞ്ഞു, ഇല്ലാ ഗുഡാകേശയശോധരർക്കു കൈക്കൂപ്പുമങ്ങയ്ക്കു ഭയാവകാശം. എന്നാലിനി കാണരുതെൻ്റെ നാട്ടിൽ ഒരിക്കലും നിന്നെ അധർമ്മബന്ധോ അസത്യമത്യഗ്രഹമാർത്തിമായം വഴക്കു ചൗര്യം ദംഭമശ്രീ അധർമ്മജാലം തവ വേഷത്തിനെ ചുറ്റി വളർന്നിടുന്നു. ഈ സത്യധർമാശിതമായ ബ്രഹ്മാവർത്തത്തിൽ വാഴൊല്ലിനി നീ അധർമ്മി. ഈ നാട്ടിൽ യജ്ഞേശ്വരനെ ഭജിപ്പൂ. യജ്ഞങ്ങളാൽ യജ്ഞവിശാരദന്മാർ യജിക്കുവോർക്കിങ്ങരുളുന്നു സൗഖ്യാഭീഷ്ടങ്ങൾ നിത്യം. ഹരിയജ്ഞമൂർത്തി അന്തർബഹിർവായു കണക്കു തന്നാൽ പോറ്റപ്പെടുന്നു സ്ഥിരജംഗമങ്ങൾ. യസ്മിൻ ഹരിർഭഗവാനിജ്യമാന ഇജ്യാമൂർത്തിര അജ്യതം ശംസനോതി കാമാനമോഖൻ സ്ഥിരജംഗമാനം അന്തർബഹിർവായുര് ഇവൈഷ ആത്മാ. അപ്പോൾ പറയണു, രാജാവ് പറയണു തന്നെ കൊല്ലാൻ പോവുകയാണ് രാജാവ് എന്ന് പറഞ്ഞപ്പോൾ കലി എന്ത് ചെയ്തു? രാജാവിൻ്റെ വേഷത്തെയൊക്കെ വേഷിച്ചിട്ട് പേടിച്ച് വിറച്ച് കൊണ്ട് ആ രാജാവിൻ്റെ കാൽക്കൽ വീണ് രക്ഷിക്കണേന്ന് അപേക്ഷിച്ചു. അപ്പോൾ പാദങ്ങളിൽ വീണ് കിടക്കണ കലിയെ കണ്ടപ്പോൾ തന്നോട് തന്നെ ശരണാഗതി ചെയ്ത ആൾ ദുഃഖിക്കുന്നവരിലൊക്കെ വാത്സല്യമുള്ളവനും കീർത്തിമാനും ആരാണോ ശരണം പ്രാപിക്കുന്നവരെ അവരെ സംരക്ഷിക്കണം എന്ന നീതിമാനുമായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ് ആ കലിയെ വധിച്ചില്ല. എന്നിട്ട് കലിയോട് എന്ത് പറഞ്ഞു? അർജുനൻ്റെ കീർത്തിയെ നിലനിർത്താൻ ബാധ്യസ്ഥരായിട്ടുള്ള ഞങ്ങളുടെ നേരെ തൊഴുതു നിൽക്കണം. നിനക്ക് ഭയം വേണ്ട, നിന്നെ വധിക്കില്ല ഞാൻ ഒരിക്കലും. പക്ഷേ ഒരു കാര്യമുണ്ട്, നീ ഒരിക്കലും ഇനി ഇവിടെ ഈ രാജ്യത്തിൽ ഇരിക്കാൻ പാടില്ല. അധർമ്മത്തിൻ്റെ ബന്ധുവായ നീ ഒരിക്കലും ഇവിടെ ഇരിക്കാൻ പാടില്ല. രാജാക്കന്മാരുടെ ശരീരത്തിൽ നീ വസിക്കുമ്പോൾ അവർക്കൊക്കെ ലോഭം, അസത്യം, ചൗര്യത്തിനുള്ള ആ വാസന, അതുപോലെ മര്യാദയില്ലായ്മ, ധർമ്മത്തിനെ ത്യജിക്കുക, ഐശ്വര്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, കപടമായിട്ടുള്ള വ്യാപാരങ്ങൾ നടത്തുക, കപടമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള അസൂയ, ഡംഭം, അഹങ്കാരം ഇതൊക്കെ വർദ്ധിക്കും. അപ്പോൾ അത് രാജ്യത്തിന് മുഴുവൻ നാശമായിട്ട് തീരും. അതുകൊണ്ട് നിന്നെ ഇവിടെ കാണാനേ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ധർമ്മത്തോടും സത്യത്തോടും കൂടി ഇരിക്കേണ്ട ബ്രഹ്മാവർത്ത ദേശത്തിൽ നീ ഇരിക്കരുത്. ഈ ദേശത്തിന് യാഗത്തെ നടത്തുവാൻ അറിവുള്ള മഹാത്മാക്കൾ യാഗം ചെയ്തിട്ട് ആ യാഗത്തിൻ്റെ ഫലവത്തായിട്ട് യജ്ഞേശ്വരനെയൊക്കെ പൂജിക്കുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് ഇവിടെ ഇരിക്കാൻ അർഹതയില്ല, നീ ഇവിടെ ഇരിക്കാനേ പാടില്ല. വായു പ്രാണനായിട്ട് സകലരുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ചലനരൂപേണ വെളിയിൽ ഇരിക്കണ പോലെ ആ ഭഗവാൻ സർവ സ്ഥാവരജംഗങ്ങളുടെ ഉള്ളിലും ആത്മാവായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രാദി രൂപേണ യാഗഫലദാതാവായിട്ടുള്ള ദേവനും സകലത്തിൽ ആത്മാവായിട്ട് ഇരിക്കുന്നുണ്ട്. സർവേശ്വരൻ ഭിന്നനല്ല. അപ്പോൾ ഒരാൾ തന്നെയാണ് എന്നതാ ഇവിടെ പറയണു. അത് കേൾക്കുമ്പോൾ അടുത്ത ഭാഗം സൂത ഉവാച പരീക്ഷിതൈവാമാദിഷ്ടാജ കലിർജാതവേ ബധു തമുദ്രുദാസി സമാഹേതം ദണ്ഡപാണീമിവോദ്ധൃതം. കലിരുവാച യത്ര കൊഞ്ചനവത്സാമി സർവഭൗമാ തവാജ്ഞയാ ലക്ഷയേ തത്ര തത്രാപി ത്വാമത്തേഷു ശരാസനം
യന്മേ ധർമ്മപദം ശ്രേഷ്ഠാസ്ഥാനം നിർദ്ദേഷ്ടുമർഹതി യത്രൈവ നിയതോ വത്സ്യ ആദിഷ്ടം തേനുശാസനം. അഭ്യർത്ഥി സൂത ഉവാച അഭ്യർത്ഥിതസ്തദാ തസ്മൈ സ്ഥാനാനി കലയൈദധോ ദ്യൂതം പാനം സ്ത്രീയസൂന യത്ര അധർമ്മ ചതുർവിധ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ഇതിനോട് ആ കലി അപേക്ഷിക്കുമ്പോൾ കലി പറയണു. ഹരേ കൃഷ്ണ. വാളുയർത്തും പരീക്ഷിത്തിനാജ്ഞയാൽ വിറപൂണ്ടവൻ ദണ്ടുയർത്തും യമനോടെന്ന വണ്ണം പറകയായി കലി പറഞ്ഞു, തയ്യാറാണ് എവിടെ പോകുവാനും കൽപ്പന പോലെ ഞാൻ ചെന്നിടത്തൊക്കെ ഞാൻ കാണുമോ വില്ലിൽ അമ്പേറ്റി അങ്ങയെ ധർമ്മിഷ്ഠ ശ്രേഷ്ഠ നിന്നാജ്ഞാനുസരം സ്ഥിരമായി ഞാൻ എവിടെ പാർക്കണം മേലിൽ കൽപ്പിച്ചരുളുക സ്ഥലം. സൂതൻ പറഞ്ഞു, കലി ഇങ്ങനെ യാചിക്കേ അവൻ നേകീടിനാൻ നൃപൻ ദ്യൂതം മദ്യം സ്ത്രീ വിഷയം ഹിംസയും പുലരും സ്ഥലം. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് പരീക്ഷിത്ത് മഹാരാജാവ് വാളും മോങ്ങിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കലി വേഗം പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു, സർവഭൂമിക്കും അധിപനായിട്ടിരിക്കുന്ന മഹാരാജാവേ, അങ്ങയുടെ അധികാര സ്ഥലത്ത് ഇനി വസിക്കരുത് എന്നല്ലേ അങ്ങയുടെ കൽപ്പന. ഏത് ഭാഗത്തും അങ്ങ് നോക്കുമ്പോഴും എനിക്ക് അങ്ങ് അമ്പും വില്ലൊക്കെ ധരിച്ച് വരുന്നത് പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ എവിടെയാണ് വസിക്കേണ്ടത് അങ്ങ് പറയൂ. അങ്ങ് എവിടെയാണോ പറയണത് അവിടെ ഞാൻ വസിച്ചോളാം, അവിടുന്ന് ഞാൻ എവിടെയും പോവില്ല എന്ന് പറയണു. അപ്പോൾ ധർമ്മം നടത്തുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനാണല്ലോ മഹാരാജാവേ അവിടുന്ന്. അപ്പം അങ്ങയുടെ ആജ്ഞയെ പരിപാലിച്ചുകൊണ്ട് പേടി കൂടാണ്ട് എനിക്ക് ഇരിക്കാൻ സാധിക്കണം. അതിനുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് എന്നോട് ഒന്ന് പറഞ്ഞു തരുമെന്ന് ആ കലി പറയണം. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് പറയാണ്, 4 സ്ഥാനങ്ങൾ ഞാൻ കൽപ്പിച്ചു തരാം. അതായത് ഏതൊക്കെയാണ്? ചൂതുകളി, മദ്യപാനം, സ്ത്രീസേവ, പ്രാണിവധം. ഇങ്ങനെയുള്ള അധർമ്മങ്ങൾ എവിടെയാണുള്ളത് അവിടെയാണ് നിൻ്റെ ഇരിപ്പിടം. ആരാണോ അതായത് അസത്യം, ചൂത് കളിക്കുന്നിടത്താണല്ലോ അസത്യം ഉണ്ടാവുക. ആ സത്യമില്ലാത്ത ആരാണോ സത്യമില്ലാണ്ട് അസത്യത്തോടു കൂടി പെരുമാറാൻ, ചൂതുകളിയും എല്ലാ വിധത്തിലും ഉണ്ട്. ഒരാളുടെ കയ്യിൽ നിന്ന് പണം ഏതെങ്കിലും വിധത്തിലൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊക്കെ പല വിധത്തിലും പലതും ചെയ്യണില്ല, അതൊക്കെ ചൂതുകളിയിൽ പെടും. അങ്ങനെ ആ അധർമ്മത്തിലിരിക്കുന്നവർ, അസത്യത്തിലിരിക്കുന്നവർ, പിന്നെ മദ്യപാനം ചെയ്യുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മദ്യപിക്കുന്നവരുടെ ഇടയിൽ, പിന്നെ അതുപോലെ സ്ത്രീകളിൽ അമിതമായിട്ട് ആസക്തി ഉണ്ടായിട്ട് സ്വന്തം ആ വീട്ടിലുള്ളവരെയൊക്കെ മറന്നിട്ട് അനധികൃതമായിട്ട് മറ്റുള്ള സ്ത്രീകളുമായിട്ട് ഭോഗാസക്തിയിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ നടക്കുന്നില്ല, അവിടെയൊക്കെ കലിയുടെ ഇരിപ്പിടാണ്. പിന്നെ അതുപോലെ പ്രാണികളെ വധിക്കുക എന്ന് പറഞ്ഞു. പ്രാണികളെ വധിക്കണേ, എങ്ങനെയാണ് വധിക്കണത്? ദേഷ്യം കൊണ്ട് വധിക്കുക അല്ലേ? പ്രാണികളെ ദേഷ്യത്തോട് കൂടിയിട്ട് വധിക്കാം. അതുപോലെ അതിനെ വധിക്കുന്നത്, പ്രാണിയെ വധിക്കുന്നത് ഒരു രസമായിട്ട്, അതിൻ്റെ ഒരാളുടെ വിഷമം ദുഃഖമൊക്കെ കാണുമ്പോൾ അതിനെ ആസ്വദിക്കുക. അതൊരു തരം ക്രൗര്യഭാവമാണ്, ക്രോധത്തിൻ്റെ മറ്റൊരു ഭാവം തന്നെയാണത്. അപ്പോൾ അങ്ങനെ ഉള്ള ഭാവങ്ങളൊക്കെ ഉള്ളവർ ആരാണോ അത് വധിക്കുക എന്ന് പറഞ്ഞാൽ പ്രാണിഹിംസ എന്ന് വെച്ചാൽ എല്ലാ പ്രാണിയെന്ന് വെച്ചാൽ ജീവനുള്ളത് എല്ലാം പ്രാണികൾ തന്നെയാണ് അല്ലേ? അത് നമ്മൾ കഴുത്തി വെട്ടിക്കൊല്ലുക, ചവിട്ടി അരച്ച് കൊല്ലുക മാത്രമല്ല വധം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കണേ. മറ്റുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുക, ഒരാളുടെ സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആ പ്രാണികൾക്ക് ദുഃഖം ഉണ്ടാക്കുന്ന ഏതൊരു പ്രവൃത്തി ചെയ്യണതും ഹിംസയാണ്, മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഹിംസയാണ് അത്. അപ്പോൾ അതൊക്കെ ഹിംസയിൽ പെടും. അങ്ങനെയൊക്കെ ആരാണോ ചിന്തിക്കുക അവരുടെയൊക്കെ ഉള്ളിൽ ആരാണുള്ളത്? കലിയാണ്. കലിക്ക് വസിക്കാൻ കൊടുത്തിരിക്കുന്ന ഇടങ്ങളാണ്. അപ്പോൾ കലി നമ്മളെ ബാധിക്കരുതെന്ന് വെച്ചാൽ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ 4 ഇടത്താണ് കലിക്ക് സ്ഥാനം കൊടുത്തത്. പിന്നെ
പുനശ്ച യാജമാനായ ജാതരൂപമദാത് പ്രഭു തതോ നൃതം മതം കാമം രാജോ വൈര്യം ച പഞ്ചമം അമൂനി പഞ്ചസ്ഥാനാനി ഹ്യധർമ്മപ്രഭവക്കലി ഔത്തരായേണ ദത്താനി ന്യവസത്തനിദേശകൃത് അധൈതാനി ന സേവേതാ ബഭൂഷു പുരുഷ ക്വചിത് വിശേഷതോ ധർമ്മശീലോ രാജാ ലോകപതിർഗുരു വൃഷസ്യ നഷ്ടാം സ്ത്രീൻ പാദാം സ്തപ ശൗചം ദയാം ഇതി പ്രതിസന്ധത ആശ്വാസ്യാമഹിം ച സമവർദ്ധയത് സ ഏഷ ഏദർഹ്യാധ്യാസ്ത ആസനം പാർത്ഥിവോചിതം പിതാമഹേനോ വന്യസ്തം രാജ്ഞാരണ്യം വിവീക്ഷതാം ആസ്തേധുനാ സ രാജർഷി കൗരവേന്ദ്രാശി ആശ്രയോല്ലസൻ ഗജാഹ്വയേ മഹാഭാഗ ചക്രവർത്തി ബഹുശ്രവാം ഇത്തം ഭൂതാനുഭാവോയം അഭിമന്യുസുതോ നൃപ യസ്യ പാലയദക്ഷോണിം യൂയം സത്രായ ദീക്ഷിതാം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ കലിനിഗ്രഹോ നാമ സപ്തദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കലിയിങ്ങനെ യാചിക്കേ അവന്നെ കീടിനൻ നൃപൻ ദ്യൂതം മദ്യം സ്ത്രീ വിഷയം ഹിംസയും പുലരും സ്ഥലം വീണ്ടും യാചിക്കെ കൊടുത്തു ജാതരൂപവുമാ പ്രഭു. ഏവം രാജകാമമത സത്യങ്ങൾക്കൊത്തു വൈരവും ഉത്തരാപുത്രൻ കനിഞ്ഞു കൊടുത്തോരഞ്ചിടങ്ങളിൽ അന്നു തൊട്ടു വസിക്കുന്നുണ്ട് ധർമ്മപ്രഭവൻ കലി. അവിടെ അവയെ സേവിച്ചു പോകല്ലുൽക്കർഷിച്ചുവരിക്കലും വിശേഷിച്ചും ധർമ്മശീലൻ ഭൂപൻ ലോകാശ്രയൻ ഗുരു. തപസ്സു ശൗചം ദയയും കാളതൻ മൂന്നുകാൽ നൃപൻ കൂട്ടിച്ചേർത്താശ്വസിപ്പിച്ചു പോഷിപ്പിച്ചു ധരിത്രിയെ. കാടുപോകാനൊരുങ്ങും മുത്തച്ഛനാലെ സമർപ്പിതം പാർത്ഥിവോജിത പീഠത്തിൽ ഇന്നു വാഴൂ പരീക്ഷിതൻ. ഭരിപ്പതിന്ന രാജർഷി കൗരവപ്രഭവോജ്വലൻ ഗജാഹ്വയത്ത് ശ്രീമാനം ചക്രവർത്തി യശോനിധി. അഭിമന്യുസുതൻ ഭൂപൻ അത്രമേൽ ഭൂതവത്സലൻ. സത്രാർത്ഥം നിങ്ങൾ ദീക്ഷിപ്പൂതവൻ വാഴുന്ന ഭൂമിയിൽ എന്ന് ഈ പറഞ്ഞുകൊണ്ട് പ്രഥമസ്കന്ധം 17-ാം അധ്യായം കലിനിഗ്രഹം എന്ന ഈ 17-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിച്ചു. അതായത് അങ്ങനെ ആ 4 സ്ഥാനങ്ങൾ കൊടുത്തപ്പോൾ 4 സ്ഥാനങ്ങൾ കേട്ടപ്പോൾ പറഞ്ഞു എനിക്ക് അത്യാഗ്രഹം അല്ലേ, അത് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. കാരണം അവർക്ക് അങ്ങനെയാണ് ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ടുള്ളൊരു അവസരം കൂടിയും ആണ് ചോദിക്കുന്നത്. ഒരിടം കൂടിയും വേണം, ഒരു സ്ഥാനം കൂടി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാരാജാവ് എന്ത് പറയണു? സ്വർണത്തിൽ പോയി വസിച്ചോളാൻ പറഞ്ഞു. അതായത് സ്വർണത്തിലെന്ന് വെച്ചാൽ സ്വർണം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്. അതായത് ധനം, സ്വർണം എന്ന് വെച്ചാൽ ധനം തന്നെ മഹാലക്ഷ്മിയാണ്. ലക്ഷ്മിയെ ലക്ഷ്മിയായി കണ്ട് പൂജിക്കുക. അതിൽ ആരാണോ അനധികൃതമായിട്ട് അതുപോലെ ധനത്തിനെ ആർത്തികൊണ്ട് ധനത്തിനെ ഒരു പരിധി വിട്ടിട്ട് ധനത്തിനെ സമ്പാദിച്ച് അവനവൻ്റെ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും അതിൻ്റെ അടുത്ത തലമുറയ്ക്കുമൊക്കെ സമ്പാദിച്ചിട്ട് കൂട്ടുമ്പോഴൊക്കെ ആലോചിക്കുക ആ ധനത്തിൻ്റെ കൂടെ ആരുണ്ട് വസിക്കാൻ? അവിടെ കലി കൂടെ ഉണ്ട്. അങ്ങനെ സമ്പാദിക്കും തോറും കലിയുടെ ഇരിപ്പിടം ഉറപ്പിക്കുക ചെയ്യണത്. പിന്നെ പല വിധത്തിലുള്ള ദുരിതങ്ങളായിട്ടും രോഗങ്ങളായിട്ടും വഴക്കുകളായിട്ടും വക്കാണങ്ങളായിട്ടും പല വിധത്തിലുള്ള ആരോപണങ്ങളായിട്ടും ദുഃഖം ഒഴിഞ്ഞിട്ടുള്ള നേരം ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ചിന്തിക്കണം, അനാവശ്യമായിട്ട്
എന്തെങ്കിലും നമ്മൾ ധനം എന്തെങ്കിലും ആർജിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആരാ വരിക? കലിയിലെ കലി. ഇപ്പം നമ്മളൊക്കെ പറയും എന്താ ഇപ്പം വരാൻ പോവുകയാണ്, ഇനി വരാൻ പോണേ ആ ഒരു ഏപ്രിൽ മെയ് മാസത്തോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ വൈശാഖമാസം ആരംഭിക്കും. അപ്പോൾ അതിലാണ് അക്ഷയതൃതീയ വരുന്നത്. ഈ അക്ഷയതൃതീയയുടെ സമയത്ത് അക്ഷയമായിട്ട് അക്ഷയതൃതീയ 5 വൈശാഖം 3 തൃതീയ പ്രഥമ തൃതീയയാണ് അക്ഷയതൃതീയായിട്ട് വരിക. അത് ബലരാമ ജയന്തി ആയിട്ടൊക്കെയാണ് നമ്മൾ. പക്ഷേ ആ സമയത്തൊക്കെ ഇപ്പോൾ ഈ കലിയുടെ പരസ്യമാണ് ധാരാളം നമ്മൾ കാണുക. കലി എന്താ പരസ്യം ചെയ്യുക? സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാവും, അക്ഷയതൃതീയ നാളിൽ സ്വർണം വാങ്ങും. അക്ഷയതൃതീയ നാളിൽ സ്വർണം വാങ്ങാനുള്ളതല്ല, ദാനം ചെയ്യാനുള്ളതാണ്. അക്ഷയതൃതീയ നാളിൽ നമ്മൾ സ്വർണ്ണമൊക്കെ ദാനം ചെയ്താൽ അക്ഷയമായ പുണ്യം ഉണ്ടാവും എന്നാണ് പറയുക. അപ്പം എന്താണോ ദാനം ചെയ്യുന്നത്, ആ അന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അതിന് അക്ഷയമായ ഫലമുണ്ടാകും. എന്ത് പ്രവൃത്തിയാണോ അന്ന് ചെയ്യുന്നത്, സൽപ്രവൃത്തിയാണെങ്കിൽ അക്ഷയമായ പുണ്യം ഉണ്ടാവും. ദുഷ്പ്രവൃത്തിയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അക്ഷയമായ പാപം ഉണ്ടാവും. എത്രയോ ജന്മജന്മാന്തരങ്ങൾ തീർത്താലും തീരാത്ത പാപം വന്ന് ചേരും. അപ്പോൾ ഈ ധനത്തിനെ സമ്പാദിച്ച് നമ്മൾ സ്വർണ്ണമൊക്കെ വാങ്ങിക്കൂട്ടിയാൽ സ്വർണത്തിൻ്റെ കൂടെ ആര് പോരും? കലി പോരും. നമ്മളെന്തിനു വേണ്ടിയിട്ട് അത്യാർത്തി കൊണ്ട് ആണല്ലേ. ഇപ്പോൾ ഒരു വൈശാഖ മാസത്തിലൊരു വിവാഹമുണ്ട്, ആ പൊന്നണിയിക്കണം എന്ന് തോന്നിയിട്ടൊരു പൊന്നിൻ്റെ കുറച്ച് വാങ്ങി എന്നുള്ള പോലെയല്ല. വൈശാഖത്തിൽ അക്ഷയതൃതീയക്ക് വാങ്ങിയാൽ സ്വർണം വന്ന് കുമിഞ്ഞ് കൂടുന്നുള്ള ആർത്തിയോട് കൂടിയിട്ടാവും നമ്മൾ വാങ്ങണേ. അങ്ങനെ ഏതൊരു ധനമാണോ ആ ലക്ഷ്മി ഭഗവതിയാന്നുള്ള ഭാവത്തിലല്ലാണ്ട് നമ്മുടെ ഭോഗവസ്തുവായിട്ട് അതിനെ കണ്ടുകൊണ്ട് ധനത്തിനെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഭോഗാസക്തിയോട് കൂടിയിട്ട്, അതുകൊണ്ട് സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യം. നമ്മളുടെ ഒരു മനുഷ്യൻ്റെ അതിനനുസരിച്ചിട്ട് ജീവിക്കാനല്ലാണ്ട് സമ്പാദിച്ച് അല്ലേ. എന്നിട്ട് ഈ സമ്പാദിക്കുന്നവരതിന് ആ ധനത്തിനെ ശരിക്കും പറയുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയെ അപമാനിക്കുക ചെയ്യണത്, ലക്ഷ്മിയെ സമ്പത്തിനെ അപമാനിക്കുക ചെയ്യണത്. കാരണം എല്ലാവരും പറയാം അരച്ചാൺ വയറിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണേന്ന് പറയല്ലേ. അരച്ചാൺ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണേന്ന് പറയും. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാൻ നേരമില്ലാണ്ടുള്ള നെട്ടോട്ടാണ്. ഭക്ഷണം കഴിക്കാൻ നേരമില്ല. അതിന് എത്ര ഭക്ഷണങ്ങൾ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നിരത്തി വെച്ചാലും കഴിക്കാൻ നേരമില്ലാണ്ട് നേരത്തിന് കഴിക്കാണ്ട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ വയ്യാണ്ടായി കഴിയുമ്പോൾ ഭക്ഷണമൊട്ട് കഴിക്കാനും പറ്റില്ല. ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാണ്ടായി. അതായത് നമുക്ക് അനുഭവമുള്ള സമയത്ത്, അനുഭവിക്കേണ്ട സമയത്ത് അതിനെ വേണ്ടതുപോലെ അതാണ് പറയുമ്പോൾ, പണ്ടുള്ളവരൊക്കെ പറയുമ്പോൾ അന്നം ദൈവമാണ് എന്ന് പറയും. ആ സാക്ഷാൽ മഹാരാജാവ് വന്നാലും ദൈവം തമ്പുരാൻ വന്നാൽ പോലും ആഹാരത്തിൻ്റെ മുമ്പിൽ നിന്ന് എണീക്കരുതെന്നൊക്കെ പണ്ട് നമ്മുടെ കാരണന്മാർ പറയും. അത്രയും ബഹുമാനിക്കേണ്ടതാണ് അന്നത്തിനെ. അത് കയ്യിൽ വരിക നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമൊന്നുമല്ല. എത്രയോ പേരുടെ പരിശ്രമം കൊണ്ടാണ് നമ്മുടെ കയ്യിലേക്ക് 2 വറ്റ് ചോറ് വന്ന് കയറുന്നത്. എത്രയോ പേരുടെ പരിശ്രമം കൊണ്ട്, എത്ര പേരുടെ ഇതുകൊണ്ട്. അപ്പം അങ്ങനെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ആ ഒരു ആഹാരത്തിനെ നിഷേധിക്കുക, വേണ്ട എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പാടില്ല. സ്വാദ് ചിലപ്പോൾ പാചകം ചെയ്യുമ്പോൾ സ്വാദ് കുറഞ്ഞു എന്ന് വരും, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു എന്ന് വിചാരിച്ചാലും ഇന്ന് ഭഗവാൻ എനിക്ക് ഇതാണ് ഇന്ന് ഭഗവാൻ എനിക്കായിട്ട് ഇത് കഴിക്കാനാണ് ഇന്ന് എനിക്ക് നിയോഗം. കാരണം എൻ്റെ എന്തെങ്കിലുമൊക്കെ കർമ്മപ്രാരബ്ധങ്ങൾ തീരാൻ വേണ്ടിയിട്ടായിരിക്കും അത്. ഏത് ആഹാരത്തിനെ നിഷേധിക്കാണ്ട് കഴിക്കണം എന്നാണ് പറയുക. ആഹാരത്തിനെ എവിടെയെങ്കിലും നിഷേധിച്ചോ അതൊക്കെ നമ്മുടെ അപരാധമായിട്ട് തീരും. അവിടെയൊക്കെ കലിയുടെ പ്രഭാവം കൂടി വരും. മഹാലക്ഷ്മിയെ നിന്ദിച്ചാൽ ആ ധനം കലിക്കിയിരിക്കാനുള്ള ഇരിപ്പിടമായിട്ട് തീരും. എന്നിട്ട് അങ്ങനെ സമ്പാദിച്ച് വന്നിട്ട് ഇത് രോഗത്തിനും ദുരിതങ്ങൾക്കും ആശുപത്രിയിലും അവിടെയും ഇവിടെയും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് അല്ലേ. നമ്മൾ പറയും എന്താണ് 2-4
ദിനം കൊണ്ടൊരുത്തനെ തണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ. ആ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കുമ്പോൾ എങ്ങനെ ഏതെങ്കിലും വിധത്തിൽ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ 10 രൂപ 20 ആക്കാൻ, അല്ലേ 10നെ 20 ആക്കാൻ മോഹം, 20നെ 40 ആക്കാൻ മോഹം, 40നെ 80 ആക്കാൻ മോഹം, 80നെ 8000 ആക്കാൻ മോഹം. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് കൂടി, അതാണ് പറഞ്ഞത്. അങ്ങനെ 8000 ആക്കാൻ മോഹം, പിന്നെ 8 ലക്ഷം ആവണം, 8 കോടി ആവണം. അതിൻ്റെ പുറകെ പോണു. എന്നിട്ട് പിന്നെ ആ പോയി 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 പല വേണ്ടതും വേണ്ടാത്തതുമായിട്ട് പലതും നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് 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 ഏതൊരു കയ്യിൽ കിട്ടിയ ആ ഒരു ധനത്തിനെ നമ്മൾ ഭോഗാസക്തിക്ക് വേണ്ടിയിട്ട് അതിനെ വിലയില്ലാണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ കാണുന്ന വിലയല്ല ഇതിന്. അങ്ങനെ സമ്പാദിക്കുമ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മുടെ നാശത്തിന് തന്നെ കാരണമായിട്ട് വരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളികാമുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ. ഇത് രണ്ടും ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് ധനവാനാണെന്നും കാണാം, പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു, ഒന്നുമില്ലാണ്ടായി ഇങ്ങനെയെന്നുള്ളതും രണ്ടും നമുക്ക് ഇപ്പോൾ അല്ലെ ഒരേ ഒരു ശരിക്കും പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കഷ്ടപ്പെട്ട് ജീവിച്ചവരൊക്കെ നല്ല പണക്കാരായിട്ട് കടന്ന് അവരുടെ ആ ഒരു സമൃദ്ധിയിൽ നമ്മളൊക്കെ സന്തോഷമായിട്ട് നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും കേൾക്കാം അവരുടെതൊക്കെ നശിച്ചു, എന്തൊക്കെയോ ഇടപാടുകളിൽ പെട്ടിട്ട് ഇതെല്ലാം നശിച്ചു, എല്ലാം ബുദ്ധിമുട്ടായി, ഇനിയിപ്പോൾ അവരിത് പഴയക്കാളും അവസ്ഥയിലേക്കായി എന്നൊക്കെ കേൾക്കാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, നമ്മളുടെ കയ്യിൽ വന്നതിനെ വേണ്ടതുപോലെ വിനിയോഗിക്കാണ്ട് അതിനെ നിഷേധിച്ചു, ആ ധനത്തിനെ നിഷേധിച്ചു. നമുക്കൊക്കെ ഒരു മനുഷ്യന് അവനവന് ജീവിക്കാനുള്ളത്, നമുക്ക് ജീവിക്കാനുള്ള, അടുത്ത തലമുറയ്ക്കും അതിൻ്റെ പിന്നത്തെ തലമുറയ്ക്കൊക്കെ സമ്പാദിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ആര് അനുഭവിക്കുന്ന വിചാരം, ഒരു ഭൂമി കുലുക്കം വന്നാൽ ഇപ്പം ഉണ്ടായവരെല്ലാവരും കൂടി ഒരുമിച്ച് പോകും, ഒരു പ്രളയം വന്നാൽ ഒരുമിച്ച് പോകും, പിന്നെ അടുത്ത അവകാശം ഇവിടെ ഉണ്ടോ ഇല്ലേ, അത് ആരനുഭവിക്കണോ ആർക്കറിയാം. എത്രയോ ദിക്കിൽ ഇതുപോലെ ഒക്കെ എല്ലാവരും ഗൃഹത്തിൽ മരിച്ചു പോയിട്ട് ഈ ധനങ്ങളൊക്കെ സമ്പാദിച്ചിട്ട് ബാങ്കിലും അവിടെയൊക്കെ കിടക്കണതൊക്കെ സർക്കാർ കണ്ടുകെട്ടി എന്നൊക്കെ പറയണം. ആർക്കൊക്കെയോ വന്നു ചേരണു. ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ കലി ഇരിക്കുന്ന ഇരിപ്പിടങ്ങളാണെന്ന് മറക്കാണ്ടിരിക്കുക. അങ്ങനെ അതുണ്ട്. അപ്പോൾ അസത്യവചനം, അഹങ്കാരം, അത്യാസക്തി, ഹിംസ, ഇത് 4. അഞ്ചാമതായിട്ട് എന്താ ഉണ്ടാവണേ, ആ വൈരവും ഉത്ഭവിക്കുന്നു. സ്വർണം അല്ലേ, അതിൽ നിന്നാണ്, സമ്പത്തിൽ നിന്നാണ് നമുക്ക് വൈരവും ഒക്കെ ഉണ്ടാവുക, പരസ്പര വിരോധങ്ങൾ ഉണ്ടാവുക. ഈ സമ്പത്തിൽ നിന്നാണ് പരസ്പര വിരോധങ്ങളൊക്കെ ഉണ്ടാവുക. ഒരാൾ എനിക്ക് അനുഭവം ഉണ്ടായതല്ല, ഒരാൾ പറഞ്ഞു കേട്ട ഒരറിവാണ്. പാവപ്പെട്ട ഒരു ഗൃഹത്തിൽ ജീവിച്ചു വരുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ അവരെ ധാരാളം സഹായിച്ചിട്ടുണ്ട്. ധനം കൊണ്ടും സഹായിച്ചിട്ടുണ്ട്, ഭക്ഷണം കൊണ്ടും സഹായിച്ചിട്ടുണ്ട്. പറയുമ്പോൾ അവരെക്കാളും താഴ്ന്ന ജാതിയായിരുന്നു, എന്നാലും വേണ്ടില്ല, ആരും അറിയാണ്ടൊക്കെ കൊണ്ടു കൊടുക്കും. ഈ വിശപ്പിൻ്റെ ഇതുകൊണ്ട് അവർ അതൊക്കെ ആഹാരമൊക്കെ എടുത്ത് ഭക്ഷിച്ചു. പിന്നെ എന്തോ ഒരു അനുഭവയോഗം ഉള്ളത് കൊണ്ട് അവരുടെ കുട്ടികളൊക്കെ ഇത്തിരി വലുതായി, നല്ല ജോലിയൊക്കെ ആയി, നല്ല സമ്പാദ്യമൊക്കെ ആയി, നല്ല നിലയിലായി, വലിയ വീടൊക്കെ വെച്ചു, വണ്ടിയൊക്കെ വാങ്ങി. അങ്ങനെ വണ്ടി വാങ്ങി വരുന്ന സമയത്ത് ഇവർക്ക് ആ ഭക്ഷണമൊക്കെ കൊടുത്ത്, അദ്ദേഹത്തിന് അന്നും ഇന്നും ഒരേ നില തന്നെയാണ്. അപ്പോൾ അവരെ വഴിയിലൊക്കെ വെച്ച് കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ചിരിച്ച് വണ്ടിയിൽ കയറാനായിട്ട് ചെന്നപ്പോഴേക്കും ഇവർ വേഗം വണ്ടി എടുത്തിങ്ങോട്ട് പോകുന്നു, ആളെ കയറ്റിയില്ല. എന്നിട്ട് കുറേ ഇയാളെ പരിഹസിച്ചു. വണ്ടിയിൽ കയറാൻ വന്നേക്കുള്ളൂ, ഞങ്ങളുടെ വണ്ടിയിലല്ലേ കയറാൻ വന്നേക്കണേ, അവൻ ആ വണ്ടിയിൽ കയറിയിരുന്നാൽ ഈ വണ്ടി പുണ്യാഹം ചെയ്യേണ്ടി വരും. അങ്ങനെ അയാൾക്ക് എന്ത് ഉണ്ടായിട്ടാണ് കുറേ നിഷേധിച്ചു, കഴിഞ്ഞതൊക്കെ മറന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ വിധിയുടെ വൈപരീത്യം കൊണ്ട് ഉണ്ടാക്കിയതും അതിൻ്റെ അപ്പുറത്തും എല്ലാം നഷ്ടപ്പെട്ട് പഴയതിലും കഷ്ടമായപ്പോൾ ഇദ്ദേഹം തന്നെ വേഗം ചെന്ന് തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവരുടെ ഗൃഹത്തിൽ കൊണ്ട് താമസിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടായി. ഇത് വെറുതെ ഉണ്ടാക്കി പറഞ്ഞ കഥയൊന്നുമല്ല. എന്നോട് ഒരാൾ
പറഞ്ഞ കഥയാണ്. അങ്ങനെ താമസിക്കുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന് അന്നും ഇന്നും അദ്ദേഹത്തിനെ നിഷേധിച്ചപ്പോഴും അദ്ദേഹത്തിനൊന്നും തോന്നിയില്ല. അദ്ദേഹം പറഞ്ഞു നടന്നു, ഞാൻ എത്ര സഹായിച്ചു എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെയൊന്നുമില്ല. അവർക്ക് എന്തോ തിരക്കുണ്ട്, അതുകൊണ്ട് അവർ പോയി, അത്രേ അദ്ദേഹം വിചാരിച്ചുള്ളൂ, വേറെ ഒന്നുമില്ല. ഒരാളെ പറ്റിയിട്ടും ചീത്തയായിട്ട് ചിന്തിച്ചില്ല. അവർക്ക് ഇങ്ങനെ ഒരു വിഷമം വന്നപ്പോൾ ആദ്യം സങ്കടപ്പെട്ടത് ഇദ്ദേഹമാണ്. ഇത് വേഗം അവരെ കൂട്ടിക്കൊണ്ടും താമസിപ്പിച്ചു. അപ്പോൾ അതാണ് നമുക്ക് കാണിച്ചു തരണു, ഇതൊക്കെ ഭഗവാൻ കാണിച്ചു തരണു. അപ്പോൾ ആ വൈരം എവിടെയുണ്ടോ അവിടെ കലിയുടെ ഇരിപ്പിടാണ്. അങ്ങനെ അസത്യവാദികളായിട്ട് അധർമ്മങ്ങളുടെ വിളനിലമായിട്ടുള്ള കലി മഹാരാജാവിൻ്റെ കൽപ്പനയെ പരിപാലിച്ചുകൊണ്ട് അദ്ദേഹം കൽപ്പിച്ചു കൊടുത്ത ആ 5 സ്ഥാനങ്ങളിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് ആരാണോ ആ നന്മ ആഗ്രഹിക്കുന്നത്, ഉത്കർഷത്തെ പ്രാപിക്കണം, നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ കലിയുടെ ഇതായിട്ടുള്ള അസത്യത്തിനെ ഈ 5 കാര്യങ്ങളെ ഒഴിവാക്കണം. വിശേഷിച്ച് ലോകത്തിൻ്റെ പരിപാലനത്തിലെ ദുർമാർഗങ്ങളും അധപ്പതനത്തിൽ നടക്കുന്നവർ, ദുർമാർഗമായിട്ട് അധപ്പതിച്ച് നടക്കുന്നവർ, ദുർമാർഗികളായിട്ട് നടക്കുന്നവർ, അങ്ങനെയുള്ള അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് സത്സംഗത്തിലിരിക്കണം, നല്ല ആൾക്കാരുമായിട്ട് കൂട്ടുകൂടണം, നല്ല കാര്യങ്ങൾ കേൾക്കാനിടവരണം എന്നെല്ലാം പറയണു. അപ്പോൾ അതുപോലെ ഒരു രാജ്യം ഭരിക്കുന്ന രാജാവും എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള ഈ 5 കാര്യങ്ങളെ തീർച്ചയായിട്ടും ആ രാജാവ് അവനവൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ മുഴുവൻ നന്മയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു പൗരനേക്കാളിലും ഉപരിയായിട്ട് ആ രാജാവ് ഇതൊക്കെ പരിപാലിക്കേണ്ടവനാണ്. അവന് മാത്രമേ രാജ്യം ഭരിക്കാൻ അധികാരമുള്ളൂ, അല്ലാത്തവർക്ക് രാജ്യം ഭരിക്കാൻ അധികാരമില്ല എന്നാണ് പറയണത്. അങ്ങനെ ഭഗവാൻ കാളയുടെ 3 പാദങ്ങൾ പോയി എന്ന് പറയുന്നു. തപസ്, ശൗചം, ദയ, ഇതൊക്കെ വീണ്ടും ആ കലിയുടെ അഭാവമായപ്പോൾ ഇതൊക്കെ വീണ്ടും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലുണ്ടായി. അങ്ങനെ അതുകൊണ്ട് തപസ്സൊക്കെ ലോഭം കൂടാണ്ട് എല്ലാവരോടും തപസ്സും യാഗങ്ങളൊക്കെ നടത്താൻ പറഞ്ഞു. എല്ലാവരോടും ശുദ്ധവും വൃത്തിയൊക്കെ പരിപാലിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും പരസ്പരം ദയോടുകൂടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ 4 കാലുകളോട് കൂടിയിട്ട് ആ ധർമ്മത്തിനെ പരിപാലിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നെ ഭൂമിയെയും നല്ല വാക്കൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആ ഭൂമിയെയും പുഷ്ടി വർദ്ധിപ്പിച്ചു എന്ന് പറയാം. അങ്ങനെ ഇപ്പോൾ പറയണു, അവസാനം പറയണു, നിങ്ങളുടെ ഈ സത്രം നടക്കുന്ന രാജാവുണ്ടല്ലോ, പ്രഭാവം നിമിത്തമാണ് വിഘ്നം കൂടാണ്ട് ഇവിടെ ഈ സത്രം നടത്താനായിട്ട് സാധിക്കണത് തന്നെ ആ പരീക്ഷിത് രാജാവിൻ്റെ ഇതുകൊണ്ടാണ്, മഹത്വം കൊണ്ടാണ്. അപ്പോൾ ധർമ്മപുത്ര മഹാരാജാവ് കാട്ടിലേക്ക് പോകാൻ ആരംഭിച്ച സമയത്ത് ഈ കൊടുത്ത ധർമാസനത്തിലാണ് പരീക്ഷിത് മഹാരാജാവ് ഇരിക്കണത്. കുരുവംശത്തിൽ ജനിച്ചതിൽ ശ്രേഷ്ഠനും ഭാഗ്യവാനും അത്യന്തം കീർത്തി നേടിയവനുമായ ചക്രവർത്തിയും രാജ്യശ്രേഷ്ഠനുമായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ് ഹസ്തിനപുരിയിൽ ഇരിക്കണമെന്ന് പറയാണ്. അവിടെ ഇരുന്ന് രാജ്യപരിപാലനം ചെയ്യുകയാണ്. അഭിമന്യുവിൻ്റെ പുത്രനായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ് അത്രയും മഹിമയോട് കൂടിയവനാണ് എന്നൊക്കെ പറഞ്ഞ് ദീർഘകാലം കൊണ്ട് അവസാനിക്കുന്ന ഈ സത്രത്തിനെ ദീക്ഷിച്ചിരിക്കാൻ സാധിക്കുന്നത് തന്നെ ആ രാജാവിൻ്റെ മഹത്വം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കലിനിഗ്രഹം എന്നുള്ള ആ ഒരു അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. അടുത്ത അധ്യായം അടുത്ത ദിവസം വായിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ, അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ പാദത്തിലും ഈ അക്ഷരപ്പൂക്കൾ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ ജയ ശ്രീ രാധേശ്യാം രാധേശ്യാം രാധേശ്യാം.